കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, തിരുവനന്തപുരം മേജർ അതിരൂപതയ്ക്ക് വേണ്ടി നമ്മൾ ശുശ്രൂഷ ചെയ്തിരുന്ന സോഷ്യൽ സൊസൈറ്റിയുടെ ശുശ്രൂഷ ചെയ്തിരുന്ന ഈ കെട്ടിടത്തിന്റെ എക്സ്റ്റൻഷൻ നടത്തിയതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനവും 2022 കർമ്മോത്സവത്തിന്റെ ഉദ്ഘാടനവും ബാബാ തിരുമേനിയുടെ നാമകേതിക തിരുനാളിന്റെ പ്രാർത്ഥനയും ആശംസകളും ഇപ്പോൾ ഈ കെട്ടിടം നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്ത കൂദാശയിലേക്ക് നമ്മൾ കടക്കുന്നു. നമ്മുടെ ഈ പുതിയ ബ്ലോക്ക് അത് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി സുജോൺ മത്തായി IAS ആണ്. അദ്ദേഹത്തെ സന്തോഷത്തോടുകൂടി അതിനായി ക്ഷണിക്കുന്നു. ജോസച്ചനും ബഹുമാനപ്പെട്ട വിളയിലച്ചനും മുമ്പോട്ട് വരണം. പിന്നെ പിതാക്കന്മാര്, നമ്മുടെ ബോസച്ചനും പഴയ ഡയറക്ടർമാരെല്ലാവരും അസൂയ വിചാരിക്കാതെ മുമ്പോട്ട് വരിക. ഡയറക്ടർമാർ ജോസച്ചൻ എനിവേ ക്രിസ്ത്യനോടുണ്ടോ? വന്ന് ചേർന്നോളൂ. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്ത് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരമെടുത്ത ജീവന്റെ വചനമായ ദൈവവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു തമ്പുരാന്റെ പരസ്യ ജീവിതകാലത്ത് പ്രകാരം അരുൾ ചെയ്തു. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തന്റെയും കഴിവനുസരിച്ച് ഒരുവൻ 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവനും 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചു വെച്ചു. ഏറെക്കാലത്തിന് ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്നവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ചു. യജമാനനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഫലമേൽപ്പിക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. ഈ വ്യാപാര സ്ഥാപന ശുദ്ധീകരണത്തിനുള്ള തളിപ്പായി തീരുവാൻ
ഈ വെള്ളം വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ശ്രീവായുടെ അടയാളത്താൽ മുദ്ര കുത്തിക്കൊണ്ട് ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ഈ സ്ഥാപനം വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. പോലെ നടത്തിടുമേ. ഹല്ലേലൂയ. വളരുമവൻ ലബനോൻ കാരകിൽ പോൽ. വൃദ്ധതയിലുമാർന്നളിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കുമവർക്ക് പുഷ്ടികളും പാലിക്കുമോ. ശുഭകോല പോല ബറോവൽ റൂഹോ കാദീശോ. മംഗോലം വാരാമയോലം മൽവീനാമേ. സ്ഥാപനത്തോടും ഇതിൽ പ്രവർത്തിക്കുന്നവരോടും ഇതിന് ഗുണഭോക്താക്കളോടും വിദേശത്തുള്ള എല്ലാ മക്കളോടും ഇന്നും എക്കാലത്തും ഉണ്ടായിരിക്കുമാറാകട്ടെ. പുത്തൂർ രൂപതയുടെ രൂപതാധ്യക്ഷനായിരിക്കുന്ന മക്കാറിയാസ് പിതാവ്, തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ മുഖ്യ വികാരി ജനറലായിരിക്കുന്ന
സ്നേഹം നിറഞ്ഞ ഡോക്ടർ മാത്യു മനക്കരക്കാവിൽ കോർപ്പിസ്തോപ്പാച്ച, തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ വികാരി ജനറലായിരിക്കുന്നതായ മോൺസിഞ്ഞോർ വർക്കിയാൻറ്റി പുറത്തച്ച, ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു ദിനമാണ് ജനുവരി മാസം 1-ാം തീയതിയും 2-ാം തീയതിയും. 1-ാം തീയതി അത്യുന്നത കർദിനാൾ പിതാവിന്റെ നാമവികേതുക തിരുനാളോടനുബന്ധിച്ച് ഏറ്റവും സ്നേഹം നിറഞ്ഞ ജോസച്ചന്റെ കാലം മുതൽ ജനുവരി 1 അല്ലെങ്കിൽ 2-ാം തീയതി കർമ്മോത്സവം എന്ന പേരിൽ മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഒരു വർഷത്തെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മവും കർദിനാൾ പിതാവിന്റെ നാമവികേതുക തിരുനാളും നാം ആഘോഷിക്കുക പതിവാണ്. വളരെ വലിയ രീതിയിൽ നമ്മൾ അത് ആഘോഷിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഒന്നിച്ച് എല്ലാവരും കൂടെ സെന്റ് മേരീസ് സ്കൂളിന്റെ അവിടെ ഒന്നിച്ച് കൂടാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് ചെറിയ രീതിയിൽ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ ആഘോഷം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതോടൊപ്പം തന്നെ മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സന്തോഷം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായ കെട്ടിടത്തിന് ഒരു എക്സ്റ്റൻഷൻ ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നുള്ളതുമാണ്. തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ സോഷ്യൽ സർവീസ് പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുവാൻ ഈ സ്ഥാപനം ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഇതിന്റെ പിന്നില് ധാരാളം ആളുകൾ വളരെ സ്നേഹത്തോടും ഔദാര്യത്തോടും കരുണയോടും നമ്മളോടായിരിക്കുകയും ഇതിന്റെ വളർച്ചയിൽ അത് സഹായകരമായി തീരുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും സ്നേഹം നിറഞ്ഞ അത്യുന്നത കർദിനാൾ പിതാവാണ് ഇങ്ങനെ ഒരു ആശയം നമ്മുടെ മുമ്പിൽ നൽകുകയും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മെച്ചമായ കാര്യങ്ങൾ ഇതിലൂടെ ചെയ്യുവാനായിട്ട് സാധിക്കും എന്ന് അത് മനസ്സിലാക്കി തരികയും ചെയ്തത്. മുൻ ഡയറക്ടർമാർ, അച്ഛന്മാരെല്ലാവരും അതിന് വേണ്ടതായ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ കെട്ടിടത്തിന്റെ പണിയിൽ അതിന്റെ കോൺട്രാക്ടർ മിസ്റ്റർ ഷാജി അതിന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്തു. ആർക്കിടെക്റ്റ് ശ്രീമതി കരോൾ അക്കാര്യങ്ങൾ വേണ്ടതായ കാര്യങ്ങളെല്ലാം ക്രമീകരണം ചെയ്തു. എല്ലാവരെയും ഞാൻ നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയും മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന അത്യുന്നത കർദിനാൾ പിതാവ് അധ്യക്ഷ പ്രസംഗം നടത്തി നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഇന്നുള്ളതായ വളർച്ചയിൽ ഈ കാലയളവിൽ വേണ്ടതായ രീതിയിൽ വേണ്ടതായ മാർഗങ്ങളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അത്യുന്നത കർദിനാൾ പിതാവിനെ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളോടൊപ്പം ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് പുത്തൂർ രൂപതയുടെ അധ്യക്ഷനായിരിക്കുന്ന മക്കാരിയോസ് പിതാവാണ്. പിതാവ് നമ്മളോട് കാണിക്കുന്നതായ സ്നേഹം, കരുതല് ഏത് അവസരത്തിലും ഇവിടെ വരുമ്പോൾ, കാതലിക്കേറ്റിൽ താമസിക്കാനായിട്ട് വരുമ്പോൾ ഇവിടെ വരികയും
എനിക്ക് തോന്നുന്നു നേരത്തെയൊക്കെ MSSലാണ് ഇവിടെ വരുമ്പോഴൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത്. അഭിമന്യ പിതാവ് നമുക്ക് വേണ്ടതായ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. മക്കാറിയോസ് പിതാവിനെ നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ പിതാക്കന്മാര് എല്ലാവരും വിളിച്ചപ്പോൾ തന്നെ എന്നോട് പല കാര്യങ്ങൾ, ഇന്ന് 1-ാം തീയതി പലയിടത്തും കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞു. ജസ്റ്റ് കൂദാശയ്ക്ക് വന്ന് നിന്നിട്ട് ഞങ്ങൾ പോകും എന്നാണ് അറിയിച്ചത്. പല പിതാക്കന്മാരും കുർബാന കഴിഞ്ഞ ഉടനെ തന്നെ ആ കാരണത്താൽ പോവുകയും ചെയ്തു. അതുകൊണ്ട് കൂദാശ കർമ്മത്തിലും അതുപോലെ തന്നെ ഇവിടെ കടന്നു വരികയും ചെയ്ത എല്ലാ പിതാക്കന്മാർക്കും നന്ദി പറയുന്നതിനോടൊപ്പം ഞാൻ സ്വാഗതവും ഈ അവസരത്തിന് അറിയിക്കുകയാണ്. നമ്മുടെ ഈ തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ മുഖ്യ വികാരി ജനറലായിരിക്കുന്ന ഡോക്ടർ മാത്യു മനക്കരക്കാവിലച്ചൻ, നമുക്കറിയാം സഭയുടെ തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ പ്രവർത്തനങ്ങളിൽ അഭിമന്യ പിതാവിനോടൊപ്പം ചേർന്ന് നിന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വേണ്ടതായ നിർദ്ദേശങ്ങളും കരുതലും നൽകുന്നുണ്ട്. വന്യ മോൺസിഞ്ഞോർ ഡോക്ടർ മാത്യു മനക്കരക്കാവിൽ കോർപ്പിസ്കോപ്പാച്ചനെ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യും. തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ വികാരി ജനറലായിരിക്കുന്ന ഡോക്ടർ വർക്കി ആറ്റുപുറത്ത് അച്ഛൻ എല്ലാ ദിവസവും ഇവിടെ സ്കൂളിന്റെ ഓഫീസിൽ വരുമ്പോൾ ഇവിടെ വന്ന് നോക്കിയിട്ട് പോകും. പണി തീരാറായപ്പോഴും പറഞ്ഞു ഒന്നും ആയില്ല. അവളെപ്പോഴും വന്നതെന്ന് പറഞ്ഞിട്ട് പോകും, അതൊന്നും ആയില്ലല്ലോ, ഇതപ്പോൾ തീരും. അപ്പോൾ ഇന്ന് ഞാൻ ചോദിച്ചു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നല്ലോ, കാരണം എന്താണെന്ന്. ഞാൻ പറഞ്ഞു, അതെ, പണി പെട്ടെന്ന് തീരാൻ വേണ്ടി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണെന്ന്. അതുപോലെ കരുതല് കാണിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ മോൺസിഞ്ഞോർ അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളോടൊപ്പം ആയിരിക്കുന്ന നമ്മുടെ നാലാഞ്ചിറ വാർഡിന്റെ കൗൺസിലർ ജോൺസൺ സാറ്, കേശവദാസന വാർഡിന്റെ കൗൺസിലർ അംശു വാമദേവന്, രണ്ടുപേരെയും ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യും. വന്നില്ല. ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികര്, നിങ്ങളുടെ പ്രോത്സാഹനം എപ്പോഴും ഇതിന്റെ, പ്രത്യേകിച്ച് ഈ കർമ്മോത്സവത്തിന്റെ, നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാവരും, സാധാരണ ഞാൻ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പ്രത്യേക ക്ഷണം അല്ല, പരിശുദ്ധ കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വൈദികരും ഇവിടെ കടന്നു വരികയും അതിനുശേഷമാണ് ഒന്നിച്ച് സ്നേഹഭോജനത്തിനായിട്ട് നമ്മൾ അരമനയിലേക്ക് പോകുന്നത്. ഇവിടെ കടന്നു വന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികര്, പ്രത്യേകിച്ച് ഇതിന്റെ മുൻ ഡയറക്ടർമാരായിരുന്ന ജോസച്ചന്, വിളയിലച്ചന്, വിൽസനച്ചന്, ബോവസച്ചന്, ഈ വൈദികരെ പ്രത്യേകമായിട്ട് ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളോടൊപ്പം ആയിരിക്കുന്ന സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, കുർബാന കഴിഞ്ഞതിന് ശേഷം നമ്മളോടൊപ്പം എപ്പോഴും ഉള്ള സ്നേഹം നിറഞ്ഞവരാണ്. ഞങ്ങളെല്ലാവരെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ചെറിയ മീറ്റിംഗ് ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി പേരെ വിളിക്കാനായിട്ട് പരിശ്രമിച്ചില്ല. കുർബാനയ്ക്ക് വരുന്നവര് പരിശുദ്ധ കുർബാന കഴിഞ്ഞ് വന്ന് നമ്മളിതിൽ സംബന്ധിച്ച് പോകുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അതോടൊപ്പം നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മൾ പ്രത്യേകമായിട്ട് ക്ഷണിച്ചു. അവരെ കുറച്ചുപേരൊക്കെ വന്നു. നമ്മളെ പല രീതിയിൽ അമ്മമാരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന പ്രോജക്റ്റിന്റെ ഭാഗമാണവര്. അവരെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സെൻട്രൽ ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്ന, അത് പഠിക്കുന്നതായ കുഞ്ഞുങ്ങൾ, അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. പ്രത്യേകമായിട്ട് കുഞ്ഞുങ്ങളെയും ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. MSSന്റെ എല്ലാ സ്റ്റാഫ് അംഗങ്ങള്, ഇതിന്റെ ആർക്കിടെക്റ്റ് ആയിരുന്ന കരോള്, അതുപോലെ തന്നെ ഇതിന്റെ കോൺട്രാക്ടറായിരിക്കുന്ന ഷാജി, ഇവരെയും ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വികാരി ജനറൽ അച്ഛന്മാരും MSS ഡയറക്ടറും പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളും വിശിഷ്ടാതിഥികളും സിസ്റ്റേഴ്സും
MSSന്റെ പ്രവർത്തകരും അടങ്ങുന്ന ഈ സമ്പൂജ്യമായ സദസ്സിന് ഹൃദ്യമായ നമസ്കാരം. എല്ലാവർക്കും പുതിയ വർഷത്തിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും സന്തോഷപൂർവ്വം ഞാൻ നേരുന്നു. വിഷ് യു ഓൾ എ ഹാപ്പി ന്യൂ ഇയർ. പുതിയ വർഷം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹകരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനുവരി മാസം 1-ാം തീയതി നാം കൂടി വരുന്ന സാമൂഹിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നിച്ചു ചേരുന്ന സമ്മേളനം MSSലാണ് നടക്കുന്നത്. വർഷങ്ങളായുള്ള ഈ ഒരു ചരിത്രം, അതിൻ്റെ നന്മയും അതിൻ്റെ പ്രതീക്ഷയും അതിൻ്റെ സാഫല്യവുമെല്ലാം ഈ ശുശ്രൂഷയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ദൈവത്തോട് നന്ദി പറയുന്നു, അവിടുത്തെ സ്തുതിക്കുന്നു. മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഒരു പുതിയ ബ്ലോക്ക് ഇവിടെ ഇന്ന് കുദാശ ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. എന്താണ് ഈ മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്നതാണ് നമ്മെ ഈ സ്ഥാപനവുമായി ചേർത്ത് നിർത്തുന്ന പ്രേരക ഘടകം. ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി തന്റെ അനുഗ്രഹീതമായ സ്വൈഹിക ശുശ്രൂഷയിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ, തിരുവനന്തപുരം അതിരൂപതയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ, ഭാരതത്തിലെ കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ, കേരളത്തിലെ കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ, പ്രധാനമന്ത്രി അധ്യക്ഷനായുള്ള ദേശീയ ഉദ്ഗ്രഥന സമിതിയിൽ അംഗം എന്ന നിലയിൽ, കത്തോലിക്ക സഭയിലെ വിവിധ പ്രേക്ഷിത വേദികളുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും എന്ന നിലയിൽ പിതാവ് തന്റെ ശുശ്രൂഷ 41 വർഷം നിർവഹിച്ച ഈ അനന്തപുരിയിൽ പിതാവിന്റെ അനുഗ്രഹീത കരങ്ങളാൽ സ്ഥാപിതമായതാണ് മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റി. മലങ്കര സഭയുടെ സാമൂഹിക ബന്ധം അറിയിക്കുന്നതിനുള്ള അതിന്റെ കരങ്ങളും മുഖവുമായി ഈ MSS ഈ വർഷങ്ങളിലൂടെ മാറ്റപ്പെട്ടു എന്നതാണ് ഇതിന്റെ പ്രവർത്തകർക്കുള്ള വലിയ സായുജ്യവും സാഫല്യവും. എല്ലാ കാലത്തും ഓരോ വിഷയത്തിന്റെ പേരിൽ സമൂഹത്തിൽ വേർതിരിവുകളും ഓരോ കാരണത്താലും ഇങ്ങനെ വേർതിരിക്കപ്പെട്ട സമൂഹമായി നമ്മുടെ പൊതുസമൂഹം മാറിയപ്പോഴെല്ലാം ദൈവം ഓരോ ഇടത്ത് പ്രത്യേകമാവിധം ഇടപെട്ട് ചില ആളുകളിലൂടെ നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. അനന്തപുരിയിൽ അണയാത്ത ദീപമായി സ്നേഹം മഹദീപം എന്നത് കൊളുത്തി വെച്ച് പ്രകാശിപ്പിച്ച മാർ ഗ്രിഗോറിയോസ് തിരുമേനി അന്നത്തെ കന്യാകുമാരി മുതൽ അങ്ങ് നിലയ്ക്കൽ വരെ വ്യാപിച്ചു കിടന്നിരുന്ന തിരുവനന്തപുരം അതിരൂപതയുടെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ മനുഷ്യരെയും മുന്നിൽ കണ്ടുകൊണ്ട് രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റി. ജനങ്ങളുടെ കഷ്ടപ്പാടുകളിൽ അവരുടെ കണ്ണുനീർ തുടയ്ക്കുന്നതിനും പ്രത്യാശ പകരുന്നതിനും കൂടെ നിൽക്കുന്നതിനും ഒരുമിച്ച് വിഷയങ്ങൾ പരിഹരിക്കുന്നതിനും നമ്മുടെ ദേശത്തിന്റെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനും പിതാവ് ആഗ്രഹിച്ച് സ്ഥാപിച്ചതാണ് ഈ പ്രസ്ഥാനം. മത്സ്യം പിടിക്കുന്നവരും മരച്ചീനി കൃഷി ചെയ്യുന്നവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് സംഗമിക്കണം. മരച്ചീനി കൃഷി ചെയ്യുന്നവർ മരച്ചീനി കൊണ്ടുവന്ന്
തീരപ്രദേശത്തുള്ളവർക്ക് കൊടുക്കുമ്പോൾ തീരപ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ അവർക്ക് ലഭിക്കുന്ന മത്സ്യം മരച്ചീനി കൃഷി ചെയ്യുന്നവർക്ക് തിരികെ കൊടുക്കുക. ഒരു ബാർട്ടർ സിസ്റ്റം എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള സമ്പ്രദായത്തിന്റെ വളരെ പ്രായോഗികമായ ഒരു തലത്തിൽ മാർഗ്ഗീകോസ്തിന് വേണ്ടി ഒരു പ്രസ്ഥാനം തോട്ടപ്പള്ളി കേന്ദ്രമാക്കി തുടങ്ങി നന്നായി പ്രവർത്തിച്ച് വന്നിരുന്നു. എല്ലാ നല്ല കാര്യങ്ങൾക്കുമുള്ള അപകടം അതിന് പിടിപെട്ടു എന്ന് പറയുന്നതോടുകൂടി ആ ചരിത്രം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പല കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകാൻ എപ്പോഴും പിശാച് അനുവദിക്കില്ലല്ലോ. ആ സമ്പ്രദായം മരച്ചീനിയായും മത്സ്യമായും ഇന്ന് നമ്മുടെ നാട്ടിൽ അവശേഷിക്കുന്നു. എന്നാൽ ഒരു പുതിയ സമ്പ്രദായത്തിന് ഭാവനാപൂർണമായ പാവങ്ങളെ കരുതിയുള്ള ഒരു സമീപനത്തിന് പിതാവ് ആഗ്രഹിച്ചതാണ്. പാവപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ വീടുകളിലിരുന്ന് ചെയ്യാവുന്ന ചെറിയ തൊഴിൽ, കുടിൽ വ്യവസായം ഏറ്റവും ഫലപ്രദമായി നമ്മുടെ ഇന്നത്തെ പാഠശാല രൂപത കേന്ദ്രമാക്കിയുള്ള അജപാലന പ്രദേശങ്ങളിലും മറ്റ് മിഷൻ കേന്ദ്രങ്ങളിലും പിതാവിലൂടെ ആവിഷ്കരിക്കപ്പെട്ടതാണ്. മതസൗഹാർദ്ദത്തിന്റെ നിരവധിയായ വേദികൾ അസ്വസ്ഥതകളുടെ നാട്ടിൽ നാളുകളിൽ പിതാവ് പ്രാർത്ഥനാപൂർവ്വം രൂപം കൊടുത്തതാണ്. മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്നത് ഒരു കേന്ദ്ര ഓഫീസും അവിടെയുള്ള ഏതാനും പേരുമാണ് എന്ന് മാത്രം ധരിച്ചാൽ അത് അബദ്ധ ധാരണയാണ്. ഇത് ഈ പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര ഓഫീസാണ്. ഇത് ഗ്രാമങ്ങളിലും കുടിലുകളിലും കൊച്ചു കൊച്ചു പള്ളിയോട് ചേർന്നുള്ള എല്ലാവരും ചേർന്ന സമൂഹങ്ങളിലുമാണ് ഇത് സജീവമാവുക. ഇത് വളരെയേറെ മാറ്റം നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങൾക്ക് സൂക്ഷ്മമായ വിലയിരുത്തൽ നടത്തി നമ്മുടെ സമൂഹത്തിലെ ഈ വേർതിരിവുകളും സാമ്പത്തികമായ ഏറ്റക്കുറച്ചിലുകളും പരിഹരിക്കുകയും താഴെ തട്ടിലുള്ളവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിന് എന്താണ് സാധ്യത എന്നത് കണ്ടുപിടിക്കലാണ് ഇതുപോലെയുള്ള സോഷ്യൽ സർവീസ് സൊസൈറ്റികളുടെ ഇനിയുള്ള നാളുകളിലെ പ്രവർത്തനം. ഏതെങ്കിലും ഒരു കാര്യം സാമ്പത്തികമായി സഹായിച്ചു, അത് അവസാനിച്ചു എന്നതിനപ്പുറത്ത് ഒരു അഡ്വക്കസിയുടെ ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമായി മാറുന്നതിനുള്ള ഒരു വേദിയായി MSS സമാനമായ പ്രവർത്തന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു. നിരാലംബരായ മനുഷ്യരെന്ന് പറയുന്നത് ആരാണ്? സംഘടിത ശക്തിയില്ലാത്ത, നന്മ മാത്രം പ്രതീക്ഷിച്ച് കഴിയുന്ന ചില ആളുകൾ നിശബ്ദരാണ്, സഹായം. അവരെ സഹായിക്കാൻ MSS പോലെയുള്ള സന്നദ്ധ സംഘങ്ങൾ മുൻപോട്ട് വരുമ്പോഴാണ് അവരുടെ വാക്കിന് ബലമുണ്ടാവുക. MSS പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക. ഈ പ്രവേശനത്തിന്റെ ഒന്നാം ദിവസമാണ് നാം ഇവിടെ കൂടുക. അതിന് ഒരുമിച്ചിരുന്ന് ആലോചിക്കാൻ, അതിന് ഇവിടെ താമസിച്ച് പഠനങ്ങൾ നടത്താൻ, അനേകം സന്നദ്ധ സംഘങ്ങളെ ഇവിടേക്ക് ക്ഷണിച്ച് അവർക്ക് അതിനുള്ള ആഭിമുഖ്യം കൊടുക്കാൻ പര്യാപ്തമായ ഒരു സംവിധാനത്തോടു കൂടിയ പുതിയ ബ്ലോക്കാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുക. നിലവിലുള്ളതിനോട് ചേർന്ന് കുറച്ച് അറ്റാച്ച്ഡ് സംവിധാനങ്ങൾ കൂട്ടി എന്നതിനപ്പുറത്ത് പുതിയ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആവശ്യമായ സജ്ജീകരണങ്ങളാണ് നമ്മൾ ഈ പുതിയ ബ്ലോക്കിൽ ആഗ്രഹിക്കുന്നത്. പാകിസ്ഥാനാഥനായ സെൻട്രൽ ബസേലിയോസ് ബാബാ തിരുമേനി ഈ പ്രസ്ഥാനത്തിന് ഉചിതമായ ഒരു സ്ഥലം കണ്ടെത്തി ഇവിടെ ഇത് സ്ഥാപിച്ചു.
ബഹുമാനപ്പെട്ട ജോസ് കിഴക്കേടത്തച്ഛൻ, ബഹുമാനപ്പെട്ട ജോൺ വിളയിലച്ഛൻ, ബഹുമാനപ്പെട്ട ബോവാസ് മാത്യു അച്ഛൻ, ബഹുമാനപ്പെട്ട വിൽസൺ അച്ഛൻ, ഇവരെല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. ഇവർ മുൻ ഡയറക്ടർമാരാണ്. അവരെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് സന്തോഷത്തോടു കൂടി തന്നെയാണെന്ന് അവരോട് ചോദിക്കാതെ പറയാൻ എനിക്ക് കഴിയും. വളരെ അസൗകര്യങ്ങൾ നിറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് തന്നെ പെട്ടെന്ന് ഭക്ഷണ സാധനങ്ങൾ മാറ്റിയിട്ട് മീറ്റിംഗ് നടത്തേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ധാരാളമുണ്ട്. ഇവിടെ ധാരാളം ക്ലാസുകൾ നടക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും മേൽനോട്ടത്തിലുള്ള പഠന വേദികൾ ഇവിടെ ഇപ്പോൾ ധാരാളമുണ്ട്. ഇനി പുതിയ വേദികൾക്ക് നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം MSSന്റെ പുതിയ കാൽവയ്പുകളാണ്. എവിടെയെങ്കിലും നിന്ന് എവിടെയെങ്കിലും സഹായം വാങ്ങിച്ചുകൊണ്ട് വന്ന് ആർക്കോ കൊടുത്തിട്ട് കണക്കെഴുതി വെക്കുന്ന പുസ്തകം സൂക്ഷിക്കുന്ന ഒരു കേന്ദ്ര പ്രസ്ഥാനമായിട്ടല്ല, ആവശ്യക്കാരുടെ ഇടയിലേക്ക് സഹായിക്കാൻ മനസ്സുള്ള ആളുകളെ പ്രചോദിപ്പിച്ചു വിടുന്ന കേന്ദ്രമായി ഇത് മാറുകയാണ്. എല്ലാ ദൈവാനുഗ്രഹവും എല്ലാ കാലത്തും കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ ജോസഫൻ ഇവിടെ നിന്ന് സെന്റ് ജോൺസ് മലങ്കര മെഡിക്കൽ വില്ലേജിലേക്കാണ് പോയപ്പോൾ അതിന്റെ പേരങ്ങനെയായിരുന്നില്ല, പിലപ്പത്തോട് കുഷ്ഠരോഗ ആശുപത്രി. സ്ഥലത്തിന്റെ പേര് രോഗത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രയാസം പോലെ തോന്നാവുന്ന സ്ഥലം. എന്നാൽ ഇന്ന് അത് മലങ്കര സഭയുടെ സുവിശേഷം പരിമളം പരത്തുന്ന സ്ഥാപനമായി, സ്ഥാപനങ്ങളായി, സ്ഥാപന സമുച്ചയമായി അത് മാറി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അതിന് വലിയ ഒരു പ്രചോദനം അച്ഛന്റെ MSSൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഓട്ടോണമസ് കോളേജുകൾ നമ്മുടെ സാങ്കേതിക സർവകലാശാലയുടെ കീഴിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് നൽകാൻ ഉദ്ദേശിച്ചപ്പോൾ അതിൽ ഒന്നാമത്തെ പേര് മാർ ബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡ്രം. അതിന്റെ സാരഥി ബഹുമാനപ്പെട്ട വിളയിലച്ഛനാണ് ഡയറക്ടർ. അച്ഛൻ MSSന്റെ മുൻ ഡയറക്ടറാണ്. എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ദേശത്തിന്റെ പുരോഗതിക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കാമെന്നത് അച്ഛന്റെ നേതൃത്വത്തിലൂടെ നാം കോളേജിൽ ഇന്ന് കാണുകയും അനുഭവിക്കുകയും MSSൽ നിന്ന് കിട്ടിയ ഊർജം അച്ഛനെ അതിന് പ്രാപ്തനാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ബഹുമാനപ്പെട്ട ബോവസ് മാത്യു അച്ഛൻ MSSന്റെ ഡയറക്ടറായി, അതിനുശേഷം ഇപ്പോൾ അഞ്ചലില് 13 സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന മാർ ഗ്രിഗോറിയോസ് ക്യാമ്പസ് അതിന്റെ ഡയറക്ടറാണ്. അഞ്ചൽ ജില്ലയുടെ വികാരിയാണ്. നമ്മുടെ അവിടെയുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം വളരെ പ്രചോദനം നൽകുന്ന വ്യക്തിയാണ്. അച്ഛനും ഈ MSSന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചപ്പോൾ ധാരാളം മതസ്ഥരായ ആളുകളെ ഒരുമിച്ച് ചേർത്ത് വിവിധ സന്ദർഭങ്ങളിൽ കൂടിവരവുകൾ നടത്തി പ്രചോദനം കൊടുക്കുകയും ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അച്ഛന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളുടെയും വലിയ ഊർജം MSSൽ നിന്ന് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട വിൽസനച്ചൻ ഇവിടെ ഈ വേദിയിൽ സന്നിഹിതനല്ല എങ്കിലും എന്റെ വിശ്വാസം ഈ സെന്റ് മേരീസ് ക്യാമ്പസിൽ എവിടെയെങ്കിലും അദ്ദേഹം ഒളിഞ്ഞോ തെളിഞ്ഞോ നിൽക്കുന്നുണ്ടാവും. എല്ലാം കേട്ടും കണ്ടും അച്ഛന്റെ ശുശ്രൂഷ മറ്റൊരർത്ഥത്തിൽ വേറൊരു തലത്തിലും ആധ്യാത്മികമായ ശുശ്രൂഷയിൽ അച്ഛൻ വലിയ നേതൃത്വം നൽകുമ്പോൾ MSSൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു ആത്മീയമായ ശക്തീകരണം, എല്ലാറ്റിനോടും ഡിറ്റാച്ച്മെന്റ് പറയാൻ കഴിയുന്ന, എല്ലാത്തിനോടും വിട എന്ന് പറയാൻ കഴിയുന്ന ഒരു ആത്മീയത, അത് അച്ഛന്റെ ഒരു പ്രത്യേകതയായി നമ്മളെല്ലാവരും അനുഭവിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ പ്രവർത്തിക്കുവാൻ സജ്ജമായിരിക്കുന്ന ഈ കേന്ദ്രം ഒരു കേവലം സ്ഥാപനമായി
പരിഗണിക്കപ്പെടുകയോ അങ്ങനെ അതിൽ പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും നന്മ പകരുന്നതിനുള്ള കേന്ദ്രമായി അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇന്ന് കുറഞ്ഞു വരികയാണ്. ഓരോരുത്തരുടേത് എന്ന് പറഞ്ഞ് അവിടെ തിരിവുകൾ, നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും പേരുകളുണ്ട്. സ്രോതസ് എന്നാണ് ഭാഗ്യസ്മരണാർഹനായ സിറിൽ ബസേലിയോസ് ബാവാതിരുമേനി നാമകരണം ചെയ്തത്. ആ പേര് അങ്ങനെ തന്നെ ഇവിടെ നിലനിർത്തുകയാണ്. സ്രോതസ്, സോഴ്സ്, ഉറവിടമാണ്. ഐശ്വര്യം അതിൻ്റെ ഉറവിടം, എല്ലാറ്റിൻ്റെയും ഉറവിടമായി ഇതുപോലെയുള്ള കേന്ദ്രങ്ങൾ വളരണം. ഞാൻ പ്രത്യേകമായി ഇതുവരെയും ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള MSSന്റെ സജീവ കേന്ദ്ര ഓഫീസിലെ എല്ലാ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുന്നു. അവരുടെ നന്മയും അവരുടെ സമർപ്പണവും കാലാകാലങ്ങളിൽ ഡയറക്ടർമാരോട് ചേർന്ന്, ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് ഈ സഭയുടെ ആഭിമുഖ്യം മനസ്സിലാക്കി പ്രവർത്തിച്ചിട്ടുള്ളവരാണ് MSSന്റെ എല്ലാ പ്രചാരകരും പ്രചോദകരും. നമുക്ക് വീഴ്ചകളും കുറവുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തനിയെ ഉണ്ടാക്കിയ വീഴ്ചകളുണ്ട്. എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോകുന്നതും ഈ MSSലെ പ്രവർത്തകർ നൽകുന്ന കൂട്ടുത്തരവാദിത്തമാണ്. അതിൽ ഞാൻ ഏറെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. MSSന്റെ നാളിതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും, ഗ്രാമങ്ങളിലും, മേഖലകളിലും, ജില്ലകളിലും, കേന്ദ്ര ഓഫീസിലും പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തകരെയും നിങ്ങളുടെ ഒരു നിറഞ്ഞ കയ്യടി നൽകി നമ്മുടെ നന്ദി അവരെ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട തോമസ് മുകുളമ്പത്തച്ഛനാണ് ഇപ്പോൾ MSSന്റെ ഡയറക്ടർ. ഇവിടെ ശിലാഫലകം തയ്യാറാക്കിയപ്പോൾ ഞാനൊരു കുറിപ്പ് എന്താണ് എഴുതേണ്ടത് എന്ന് ചോദിച്ച് തോമസ് അച്ഛൻ എൻ്റെ അടുക്കൽ ഒരു കുറിപ്പുമായിട്ട് വന്നു. ഞാൻ പറഞ്ഞത് അവിടെ വെച്ചേര് ഞാൻ കുറിച്ചു കൊടുത്ത് വിടാം. ഞാൻ കുറിച്ചു കൊടുത്ത് പിന്നീട് വിട്ടപ്പോൾ സന്ധ്യയായപ്പോൾ അച്ഛൻ തിരികെ വന്ന് പറഞ്ഞു, അവസാനത്തെ ആ സെന്റൻസ് വേണ്ട. ബഹുമാനപ്പെട്ട ജോസച്ചൻ ഡയറക്ടറായിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ആദ്യത്തെ ബ്ലോക്ക്, സ്രോതസിൻ്റെ ആദ്യത്തെ ബ്ലോക്ക് പണിയുക. സ്വാഭാവികമായി ജോസച്ചൻ അന്ന് ഡയറക്ടർ എന്നുള്ളത് ഞാൻ പറഞ്ഞ് രേഖപ്പെടുത്തി വെക്കേണ്ടതാണ്. അപ്പോൾ ഈ പുതിയ ബ്ലോക്കിന്റെ മുകുളമ്പത്തച്ഛന്റെ കാലത്താണ് ഡയറക്ടറായിട്ടിരിക്കുമ്പോഴാണ് ഇത് കുദാശ ചെയ്യുന്നത്, അച്ഛന്റെ പേര്. അപ്പോൾ അദ്ദേഹം വന്നതിനോട് വളരെ ദയനീയ ഭാവം, അങ്ങനെയാണ് ദയനീയ ഭാവത്തെ അച്ഛനെ കണ്ടിട്ടില്ല. ദയനീയമായിട്ട് നിൽക്കാനൊക്കെ അച്ഛന് നല്ല കഴിവുണ്ട്, പക്ഷേ ഇതുപോലെ ഒരു ദയനീയ ഭാവം ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ പറഞ്ഞു, എൻ്റെ ഒരു കാരണവശാലും പിതാവേ എൻ്റെ പേര് വെക്കരുത്. നമ്മൾ എന്താ വല്ലതും പോലീസ് വല്ലതും പിടിക്കുമോ, അറസ്റ്റ് കുഴപ്പമുള്ളതാണോ, അല്ല കേസ് കിട്ടാണോ? അല്ല, ജോസച്ചൻ്റെ അത് വേണമെങ്കിൽ വെച്ചോ, പക്ഷെ എൻ്റെ പേര് വെക്കണ്ട. അത് വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി അദ്ദേഹം പറഞ്ഞു, എൻ്റെ ദയവായി ഡയറക്ടറിന് എൻ്റെ പേര് വെക്കരുത് എന്ന്. സാധാരണ അങ്ങനെ ഞാൻ പെട്ടെന്ന് വഴങ്ങുന്നതല്ല, എങ്കിലും ഈ ദയനീയ ഭാവം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്നില്ല. അച്ഛൻ വളരെ സന്തോഷത്തോടുകൂടിയും വളരെ സമർപ്പണത്തോടുകൂടിയുമാണ് ഇതിൻ്റെ കാര്യം നടത്തിയത്, അതിനുവേണ്ടി അധ്വാനിച്ചത്. അച്ഛൻ്റെ വലിയ ആത്മാർത്ഥതയും വലിയ സമർപ്പണവും ഇതിൻ്റെ ആലോചനയിൽ തുടക്കം മുതലുണ്ട്. ദൗർഭാഗ്യവശാൽ കൊറോണ അങ്ങോട്ട് വ്യാപിച്ച് ഈ പദ്ധതികളെല്ലാം മരവിച്ചു പോയ ഒരു സമയം. ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഈ ഭാഗത്തേക്ക് വരാതായി. വന്നാൽ അദ്ദേഹം എന്നോട് ചോദിക്കും എങ്ങനെയാണ് ഇതിൻ്റെ കാര്യമെന്ന് ചോദിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ മറ്റൊരു വഴിയെ സുവിശേഷത്തിൽ പറഞ്ഞേക്കുന്നത് പോലെ വേറൊരു വഴിയെ ഞാൻ പോകുമായിരുന്നു. അച്ഛൻ ദൈവാശ്രയത്തോടുകൂടി തന്നെ നിന്ന് ഇക്കാര്യങ്ങൾ പടിപടിയായി ചെയ്തു. അച്ഛൻ്റെ സ്നേഹിതരും പരിചയക്കാരും അച്ഛൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരാളെപ്പോലും അച്ഛൻ
വെറുതെ വിട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. ഞാനിത് പറയുമ്പം ചിലരുടെ ഉള്ളിൽ സന്തോഷിക്കുന്നു, എന്നെ ഓർത്തില്ലല്ലോ, രക്ഷപ്പെട്ടു എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇതിന് ശേഷമുള്ള 2ാം ഘട്ടത്തിൽ അദ്ദേഹം ഇറങ്ങുന്നതാണെന്നുകൂടി എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. എല്ലാവരെയും ചേർത്ത് നിർത്തിയുള്ള അച്ഛൻ്റെ ഈ ഒരു വലിയ മനോഹരമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ പുതിയ ബ്ലോക്ക് തോമസ് അച്ഛൻ്റെ സമർപ്പണത്തിൻ്റെ വലിയ അടയാളമായി എന്നും നിലനിൽക്കുമെന്ന സന്തോഷത്തോടുകൂടി ഞാൻ അച്ഛനെ അറിയിക്കുകയാണ്. അതിൻ്റെ ഒരു ശിലാഫലകത്തിൽ പേര് വന്നില്ല എന്ന് കരുതി നമ്മൾ വിഷമിക്കുന്നില്ല. തോമസ് മുകുളമ്പുറത്തച്ഛനാണ് ഇതിൻ്റെ സൂത്രധാരകനും. ഇതിൻ്റെ എല്ലാം അദ്ദേഹത്തിൻ്റെ ഈ സമർപ്പണത്തിന് ദൈവം പ്രതിഫലം നൽകട്ടെ. ഇതിന് മനോഹരമായ ഇതിൻ്റെ ഒരു ഡിസൈൻ പ്ലാൻ ചെയ്ത് നമ്മുടെ തന്നെ സഭയുടെ മകളായ കരോൾ മലഞ്ചെരുവിൽ കുടുംബത്തിലെ മകളാണിപ്പോൾ. കരോൾ ഇതിന് നല്ല രൂപവും ഭാവവും നൽകി. കരോൾ വരച്ചുകൊണ്ടുവരുന്ന പടം വെട്ടിത്തിരുത്തി കൊടുത്താലും അത് പിന്നെയും നല്ല ഭംഗിയായി വേറൊരു രൂപത്തിൽ വരച്ചുകൊണ്ടുവരുന്നതിനുള്ള ക്ഷമയും ആ ഒരു സന്തോഷവുമൊക്കെ ഞാൻ പ്രത്യേകമായി ഓർക്കുന്നു. പ്രിയപ്പെട്ട ആർക്കിടെക്റ്റ് കരോളിനെ എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്ന് എഴുന്നേറ്റ് നിന്നാൽ ഇത് ആരാണെന്ന് എല്ലാവർക്കും കാണാം. കരോൾ അവിടെ ഇരിപ്പുണ്ട്. മേബി വൺ ഓഫ് ദ യങ്ങസ്റ്റ് ആർക്കിടെക്ട്സ്, അല്ല, ഏറ്റവും പ്രായം കുറഞ്ഞ ആർക്കിടെക്റ്റിൽ ഒരാളായിരിക്കും കരോൾ. എല്ലാ അഭിനന്ദനങ്ങളും നന്ദിയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നമ്മുടെ ഈ കെട്ടിടം പണിയുന്ന നമുക്ക് കോൺട്രാക്ടർ ഷാജിയാണ്. ഷാജി നമ്മുടെ സഭാംഗമാണ്. അദ്ദേഹം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഏറ്റെടുക്കുന്ന ജോലികൾ പൂർത്തീകരിക്കുന്നയാളാണ്. കൊറോണയുടെ കാലം ഇതിന് കുറച്ച് കാലതാമസം വന്നിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ പെർഫെക്ഷനിൽ, അതിൻ്റെ നല്ല പൂർത്തീകരണത്തിൽ കുറവുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ബലിഷ്ഠമായ പണിയാണ്. സൂപ്പർവിഷൻ നന്നായി അദ്ദേഹം നൽകുന്നയാളാണ്. സാമ്പത്തികമായി ദൈവം എല്ലാ ദിവസവും നമ്മളെ പണം ചോദിച്ച് പുറകെ വരത്തില്ല. ആഴ്ചയുടെ അവസാന ദിവസം കൊടുത്താൽ മതി. പണം കിട്ടിയില്ല എന്ന് വിചാരിച്ച് പണി മുടക്കത്തില്ല. ഇതെല്ലാം ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരു പരിധി കഴിഞ്ഞ ഒരു പണമുണ്ടാക്കണമെന്നുള്ള ഒരാസക്തി അദ്ദേഹത്തെ ഇതുവരെ ബാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തെറ്റിദ്ധാരണ. അത് ശരിയായി എന്നും ഇരിക്കട്ടെ. അദ്ദേഹം ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ കുടുംബമായി ദിവസേന ആരാധനയിലും ധ്യാനത്തിലും ദൈവവചന ശുശ്രൂഷയിലും സാധുക്കളെ സഹായിക്കുന്നതിലും പങ്കുചേരുന്ന ഒരു കുടുംബം കൂടിയാണ്. ഷാജിയുടെ സമർപ്പണത്തെ ദൈവം ഫലപ്രദമാക്കട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. എഴുന്നേറ്റ് നിന്ന് എല്ലാവർക്കും ഒന്ന് കാണാം ആരാണ് ഇയാൾ. ആ സിസ്റ്റേഴ്സൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കുന്നു ആരാണ് കൂടുതൽ പണം വാങ്ങിക്കാതെ പണിയുന്ന കോൺട്രാക്ടർ. പ്രൊവിൻഷ്യൽമാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് കൊള്ളാം. അപ്പോൾ ഈ നല്ല പുതിയ ബ്ലോക്കിൻ്റെ ഇതിൻ്റെ പണിയിൽ സഹകരിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓരോരുത്തരെ പേര് പറയാനൊന്നും സാധിക്കില്ല. എങ്കിലും നമ്മൾ ഈ നാട് എപ്പോഴും ഓർക്കേണ്ടുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് നമ്മൾ ജോലി ചെയ്ത് സഹായിക്കുന്ന സഹോദരങ്ങൾ. നമുക്ക് പേർഷ്യയിലെ രാജ്യങ്ങളിൽ പോകാൻ നല്ല ഉത്സാഹമാണ്. ഞാൻ വയനാട്ടിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അഭിനന്ദ മക്കാരേസ് പിതാവ് കർണാടകക്കാരനാണ്. കന്നഡക്കാരെ മോശം പറഞ്ഞാൽ പിതാവ് വെച്ചേക്കത്തില്ല. അപ്പോൾ ഗുണ്ടൽപേട്ടയിൽ നിന്ന് സുൽത്താൻ ബത്തേരിക്ക് ബസ്സുണ്ട്, ലോറിയുണ്ട്. ലോറി നിറച്ച ആളുകളെ കയറ്റി ഈ ഗുണ്ടൽപേട്ടയിൽ നിന്ന് ബത്തേരിയിലേക്ക് കൊണ്ടുവരും.
അപ്പോൾ വരുന്ന വഴിക്ക് അവരോട് ചോദിക്കുക എവിടെ പോകാമെന്ന് ചോദിച്ചാൽ അന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പേർഷ്യയ്ക്ക് പോവാം. കുണ്ടൽപേട്ടയിൽ നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ പറഞ്ഞത് പേർഷ്യയ്ക്ക് പോവാം. രണ്ട് സ്ഥലങ്ങളിലുമുള്ള വേതന വ്യവസ്ഥയുടെ വ്യത്യാസത്തിലാണ്. വൈകുന്നേരം അടുത്ത ലോറിയിൽ അവർ തിരിച്ച് പോകും. നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് അഭിമാനമാണ്. നമ്മുടെ മക്കൾ എല്ലാവരും പോയി അവിടെ IT ഫീൽഡിലൊന്നും അല്ലല്ലോ ജോലി ചെയ്യുന്നത്. ഒരിക്കൽ കുർബാനയ്ക്ക് ഞാൻ നമ്മുടെ ഒമാനിലെ സലാല എന്ന് പറയുന്ന സ്ഥലത്ത് കുർബാനയ്ക്ക് ചെന്നപ്പോൾ കുർബാനയ്ക്ക് കൊണ്ടേ 3 പിള്ളേർ താമസിച്ചാവുന്നത്. അപ്പം ഞാൻ കുർബാനയ്ക്ക് കൂടാൻ അപ്പം ഈ 3 പേരുടെ ഷോർട്ടേജ് അവിടെ ശരിക്കും ഫീൽ ചെയ്തു. അവസാന സമയത്ത് ഓടി എവെങ്കിലും വായിക്കുന്ന സമയത്തിന് മുമ്പ് ഓടിക്കേറി വന്ന് കുപ്പായൊക്കെ ഇട്ട് കുർബാനയ്ക്ക് വിടുക. ഞാൻ ചോദിച്ചു എവിടെ പോയിരിക്കുമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് പുറത്തായിരുന്നു ജോലി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു പുതിയ വെളിച്ചമായിരുന്നു. ക്യാമ്പസിലായിരുന്നു ജോലി എന്ന് പറഞ്ഞു. ഞാൻ പറ്റും കമ്പനിയുടെ ക്യാമ്പസിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ പറഞ്ഞത് പൊരിവെയിലിൽ ജോലി ചെയ്തിട്ട് കുളിയും കഴിഞ്ഞ് ഓടി വന്നതാണ്. പൊരിവെയിലിൽ നിന്ന് ജോലി ചെയ്ത് വന്നതാണ്. അന്നാ എനിക്ക് മനസ്സിലായ പേർഷ്യയിലും ഇങ്ങനെ തൂമ്പായൊക്കെ എടുത്ത് കിളയ്ക്കാൻ ആളുകളെ ആവശ്യമുണ്ടല്ലോ. നമ്മുടെ പല ചെറുപ്പക്കാരും അങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. പക്ഷെ അവർക്കെല്ലാം പൊതുവായിട്ടുള്ള പേര് പേർഷ്യക്കാർ എന്നാണ്. ആ പതിപ്പിലാണ് നമ്മുടെ പള്ളിയിൽ പള്ളി പണിയുമ്പോഴൊക്കെ പിരിവിടുന്നത്. ഇവന്റെ വരുമാനത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ഇട്ടാൽ നമ്മളൊരു പക്ഷേ അവനൊരു പാരിതോഷികം അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഇതുപോലെ നമ്മുടെ നാട്ടിൽ വന്ന് ക്ലേശിച്ച് ഭാഷയും ഭക്ഷണവും നിസ്കാരവും എല്ലാം വ്യത്യസ്തമായിരിക്കുമ്പോൾ നമ്മുടെ ഈ സ്ഥാപനങ്ങളിലൊക്കെ വന്ന് മാസങ്ങളോളം ജോലി ചെയ്യുന്ന ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ഒറീസയിൽ നിന്നുമൊക്കെയുള്ള ചെറുപ്പക്കാർ, അവരെല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. അവരുടെ പേരുകൾ പറയുക അതൊക്കെ ഇപ്പോൾ അസാധ്യമാണ്. എങ്കിലും അവരുടെ ഉത്സാഹത്തോടു കൂടിയ അവരുടെ സമർപ്പണം നമുക്ക് മറക്കാവുന്നതല്ല. പേര് പറയുന്നില്ലെങ്കിലും പേരറിയാവുന്ന ഒരാൾ നമുക്ക് മുകളിലുള്ളത് കൊണ്ട് അവിടുന്ന് ഓർത്തുകൊള്ളും. അവരെല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. MSSന്റെ പ്രവർത്തനങ്ങളിൽ വർദ്ധമാനമായ ഒരു പുരോഗതി ഉണ്ടായിരിക്കുന്നത് നമ്മുടെ തന്നെ ആളുകൾ നൽകുന്ന കൈത്താങ്ങിന്റെ കാര്യത്തിലാണ്. ഓഖിയും 2 പ്രളയവും സുനാമിയും കോവിഡ് അനന്തര സാഹചര്യങ്ങളുമൊക്കെ അതിജീവിക്കുന്നതിന് നമ്മുടെ കുടുംബങ്ങൾ നൽകുന്ന കൈത്താങ്. കോവിഡ് സമയത്ത് 215 കുടുംബങ്ങൾക്ക് ഒരു വർഷത്തിലേറെ നമുക്കുണ്ടാകുന്നത് പോലെയുള്ള പ്രതിമാസ സംഭാവന നൽകി കൊണ്ടുപോകുന്നതിന് സഹായിച്ചത് നമ്മുടെ തന്നെ സഭയുടെ മേജർ അതിരൂപതയുടെ അംഗങ്ങളാണ്. അതുപോലെ തന്നെ വിധവകളായ അമ്മമാരെ സംരക്ഷിക്കുന്നതിന് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുള്ള കുടുംബങ്ങൾ ഏറെയാണ്. അതുപോലെ നമ്മുടെ സേവ് എ ഫാമിലി പ്രോഗ്രാം, അതിന് മുൻപോട്ട് വരുന്ന നമ്മുടെ ഇടവക്കാരായ കുടുംബങ്ങളും ദേശത്തുള്ള കുടുംബാംഗങ്ങളുമെല്ലാം ഏറെയാണ്. ഉച്ചഭക്ഷണം ഇവിടെ എല്ലാ ദിവസവും ക്രമീകരിക്കുന്നുണ്ട്. സ്നേഹവിരുന്നുശാല അവിടെ ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം എത്ര പേർ വന്നാലും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകളുടെ നാളുകളിലൊക്കെ നമ്മുടെ സഭാംഗങ്ങളായ മേജർ അതിരൂപതയിലെ കുടുംബങ്ങൾ മുൻപോട്ട് വന്ന് സഹായിക്കുന്നത് MSSന്റെ ഒരു വലിയ ബലമായി
ശക്തിയായി, കൃപയായി അനുഭവപ്പെടുകയാണ്. പ്രിയപ്പെട്ട ചാക്കോ കൊള്ളത്തുമണിൽ ഇവിടെ സന്നിഹിതനാണ്. അദ്ദേഹത്തിൻ്റെതുപോലെയുള്ള കുടുംബങ്ങൾ മുൻപോട്ട് വന്ന് സഹായിക്കുന്ന വലിയ അനുഭവം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ചാക്കോച്ചൻ്റെ പേരിനോട് ചേർത്ത് അവരവരുടെ പേര് ആവർത്തിച്ച് ചൊല്ലി സന്തോഷത്തോടെ ഇരിക്കുകയാണ്. എല്ലാവരുടെയും പേരുകൾ പറയാൻ കഴിയില്ലല്ലോ. വളരെ ഔദാര്യത്തോടുകൂടി സഹായിക്കുന്ന രീതി. MSS ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ 90% നിശബ്ദമായിട്ടാണ് ചെയ്യുക. ചിലപ്പോഴൊക്കെ ആളുകളെന്ന് പറയും നമ്മൾ കുറച്ചുകൂടി മനുഷ്യരെ അറിയിക്കണം. അറിയിക്കുന്നത് രണ്ട് കാര്യത്തിൽ നല്ലതാണ്. ഒന്ന്, ചില ആളുകൾക്ക് പ്രചോദനം കിട്ടും, അത് അറിയുന്നത് നല്ലതാണ്. എൻ്റെ ഒരു ഭയം അതല്ല, ഈ അറിയിക്കുന്ന ആവേശത്തിൽ അതുമാത്രം മുൻഗണനയിൽ നിൽക്കുകയും പിന്നീടുള്ള കാര്യങ്ങൾ പുറകോട്ട് പോവുകയും ചെയ്താൽ ഉദ്ദേശിക്കുന്ന ഫലമല്ലല്ലോ വരിക. സ്രോതസ്സിൻ്റെ MSSന്റെ പ്രവർത്തനങ്ങളിൽ അനേകം കുടുംബങ്ങൾ ചേർന്ന് നിൽക്കുന്നു. അനേകം കുടുംബങ്ങൾ ഇവരെ ചേർത്ത് നിർത്താൻ മുൻപോട്ട് വരുന്നു. സഹായിക്കുന്നവരെയും അവരെ സഹായിക്കുന്നവരെയും എല്ലാമായി വലിയൊരു ബന്ധം MSSനുണ്ട്. അത് ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ്റെ ലളിതമായ വിനീതമായ രീതിയിൽ അത് ചേർത്ത് നിർത്തി കോർഡിനേറ്റ് ചെയ്യുന്നതിലും ഏറെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ വിശദമായി ഇത് പറഞ്ഞത് മറ്റൊരു പ്രസംഗവും ഇന്ന് വേറെ ഇല്ലാത്തതുകൊണ്ടും ഇത്രയും കാര്യങ്ങൾ നമ്മുടെ MSSനെ കുറിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതുമായി എന്നെനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. സർക്കാരുകൾ നമുക്ക് ഈ സ്ഥാപനത്തോട് നൽകുന്ന ഒരു കരുതൽ, കേരള ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികൾ നമ്മോടാണ് പലപ്പോഴും ആദ്യം ചോദിക്കുക, കാൻ യു ടേക്ക് ഇറ്റ് അപ്പ്? MSSന് അത് ഏറ്റെടുക്കാൻ കഴിയുമോ? വർദ്ധിതമായ ഒരു ആത്മവിശ്വാസം നമ്മിലേക്ക് പകരുന്ന ഒരനുഭവമാണ്. പ്രിയപ്പെട്ട ജോൺസൺ ജോസഫ് ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം ഈ കേശവദാസപുരം ഒക്കെ അടങ്ങുന്ന നമ്മുടെ നാലാഞ്ചിറ വാർഡിന്റെ നമ്മുടെ കോർപ്പറേഷനിലെ കൗൺസിലറാണ്. നമ്മുടെ കൗൺസിലറാണ്, നമ്മുടെ ജോൺസനാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനം ജോൺസന്റേതല്ലെന്ന് പറഞ്ഞാൽ ജോൺസൺ സമ്മതിക്കത്തില്ല. ജോൺസൺ എന്നെ ഉൾപ്പെടെ സ്വന്തമാണെന്നാണ് എല്ലാവരോടും പറയുന്നത്. ജോൺസന്റെ എല്ലാ സേവനങ്ങളും നമുക്കൊരാവശ്യം വന്നാൽ ജോൺസനെ വിളിച്ചുകൊണ്ട് ഏത് ഓഫീസിലും കയറി ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അവിടെ ഇരിക്കുന്ന ആളുകളുടെ സ്വാതന്ത്ര്യം പോകുമെന്നാണ് മുൻകാല അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ജോൺസൺ നമുക്ക് വേണ്ടി സംസാരിക്കുന്നതിലും അനുവാദം വാങ്ങിക്കുന്നതിലും ഏത് സമയത്തും വിളിച്ചാൽ പ്രത്യുത്തരിക്കുന്നതിനുമെല്ലാം ജോൺസൺ കാണിക്കുന്ന വലിയ സന്നദ്ധതയ്ക്ക് എല്ലാവരുടെയും പേരിലുള്ള സന്തോഷം, സ്നേഹം ഞാൻ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ കൗൺസിലർ ശ്രീ അംശു വാമദേവൻ ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് പല തിരക്കിലുള്ള ക്രമീകരണങ്ങളായിരിക്കും. അദ്ദേഹത്തെയും സന്തോഷത്തോടെ ഓർക്കുന്നു. കോർപ്പറേഷനിലെ മേയറും ഡെപ്യൂട്ടി മേയറും മറ്റ് ബന്ധപ്പെട്ടവരും അധികാരികളും സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റിലെ നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ നൽകി വരുന്ന വലിയ കരുതലിന് ഞാൻ MSSന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ കൂടി നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. നമ്മുടെ ഈ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഏതാനും സഹോദരന്മാരുണ്ട്. നമ്മുടെ കേന്ദ്ര ഓഫീസിലെ പ്രിയപ്പെട്ട എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ആ സാഹചര്യത്തിലൊക്കെ MSSന്റെ കൂടെ നിന്ന് പ്രവർത്തനങ്ങളിലെല്ലാം ഒരു വ്യത്യാസവും വരുത്താതെ നമ്മെ ഏറ്റവും അധികം സഹായിക്കുന്ന കേന്ദ്ര ഓഫീസിലെ എല്ലാ പ്രവർത്തകരും, നമ്മുടെ സിസ്റ്റേഴ്സ് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അടുക്കളയിൽ 2 സഹോദരിമാരെ ശുശ്രൂഷ ചെയ്യുന്നു. അവർക്ക് ഇതിന്റെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടന വേദിയിൽ പ്രത്യേക കസേരയോ അവർക്ക് പ്രത്യേക ആശംസാ പ്രസംഗമോ ഒന്നുമില്ല. പക്ഷേ ഇവിടെയുള്ള എല്ലാ കാര്യത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട കാര്യം വരുന്നവരെ ആതിഥേയ മര്യാദയിൽ പറഞ്ഞു വിടുക എന്നുള്ളതാണ്. ഈ അടുക്കളയിൽ സഹായിക്കുന്ന 2 സഹോദരിമാർ പ്രത്യേകിച്ച് ഇവിടെ എല്ലാ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അവര് സ്വന്തം വീട് പോലെയാണ് ഈ ഭവനത്തെ കാണുക. അവരുടെ സേവനവും അവരുടെ സേവന മനസ്ഥിതിയും ഞാനേറെ സന്തോഷപൂർവ്വം ഓർക്കുന്നു. അവരുടെ ത്യാഗവും അവരുടെ ഈ സ്ഥാപനത്തോടുള്ള വലിയ ആത്മബന്ധവും
നമുക്ക് വലിയ ബലമാണെന്ന് അവർ ഇപ്പോൾ ജോലിയിൽ വ്യാപൃതരായിരിക്കുമ്പോൾ തന്നെ അവരെക്കുറിച്ച് സന്തോഷപൂർവ്വം നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. നമുക്ക് 2022 നമ്മൾ പ്രവേശിച്ചു. അത്ഭുതം കാട്ടേണ്ടത് ദൈവമാണോ മനുഷ്യനാണോ? ദൈവം അത്ഭുതമായി നമ്മുടെ കൂടെയുണ്ട്. സ്വതന്ത്ര പ്രാർത്ഥനയിൽ ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരെല്ലാവരും ചൊല്ലിക്കൊടുത്തതും പള്ളിയിൽ പോയിട്ടുള്ള എല്ലാവരും ഏറ്റുചൊല്ലിയതുമാണ് നീ അത്ഭുതമാകുന്നു എന്ന്. നീ അത്ഭുതമാകണമേ എന്ന് ചൊല്ലിയില്ല, നീ അത്ഭുതമാകുന്നു. വി ഹാവ് എ വണ്ടർഫുൾ ഗോഡ്. ദൈവം അത്ഭുതമായി നമ്മുടെ കൂടെയുണ്ട്. ഇനി അത്ഭുതം പ്രവർത്തിക്കേണ്ടത് ദൈവമല്ലല്ലോ, നമ്മളാണ്. നമ്മെക്കുറിച്ച് വിശ്വസിക്കാൻ ദൈവത്തിന് കഴിയുന്ന ഒരു സമീപനം. ഹി ആൻഡ് ഷീ ദേ ആർ ട്രസ്റ്റ് വർത്തി. അവരെ വിശ്വസിക്കാൻ കൊള്ളാം എന്ന് വരുമ്പോഴാണ് അത്ഭുതം ഉണ്ടാവുക. നമുക്ക് 2022 ദൈവത്തിന്റെ മുമ്പിൽ അങ്ങനെ ഒരു വാക്ക് കൊടുക്കാം. വി ആർ ട്രസ്റ്റ് വർത്തി. ഞങ്ങൾ വിശ്വാസയോഗ്യരാണ്, ഞങ്ങളെ വിശ്വസിക്കുവാൻ അങ്ങേക്ക് കഴിയും എന്ന ദൈവത്തിന് വാക്ക് കൊടുത്താൽ അവിടെ അത്ഭുതം തുടങ്ങുകയായി. നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ അത്ഭുതങ്ങളുടെ പെരുമഴ പെയ്യുന്ന ഒരു കാലം 2022 നിറഞ്ഞ് നിൽക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത്, ഇത് എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൻ്റെ അവസാനവും ഉദ്ഘാടനം ചെയ്തതായിട്ടുള്ള അറിയിപ്പും ചേർത്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. മനോഹരമായ വാക്കുകൾക്ക് നന്ദി പിതാവേ. ഈ സമയം അഭിവന്യ പിതാവ് തിരിതെളിച്ചുകൊണ്ട് ഈ ഒരു കർമ്മം ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. ജോസച്ചനും വിളയിലച്ചനും ജോസച്ചനും കൂടി കൊണ്ടുപോകാം. കാര്യനിർവഹണ ഏജൻസിയായി കേരള വാട്ടർ അതോറിറ്റി മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ തിരഞ്ഞെടുത്തു. ഈ അവസരത്തിൽ ഈ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം പിതാവ് നിർവഹിക്കുന്നതായിരിക്കും. വിജയവീതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെട്ടത് സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള സ്റ്റേറ്റ് റോട്രോണിക്സ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതുമായ ഒരു ജനകീയ പദ്ധതിയാണ് വിജയവീതി.
സ്നേഹധുനി അലിയവർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിസബിലിറ്റിയും മുംബൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റിയും മഹാത്മാ യൂണിവേഴ്സിറ്റിയും ചേർന്ന തിരുവനന്തപുരം മേഖലയിൽ MSSന്റെ നേതൃത്വത്തിൽ 180ഓളം ബധിരരായ ആളുകൾക്കായി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പും ഹിയറിംഗ് എയ്ഡ് വിതരണവും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. സുധ കാരിത്താസ് സിംഗപ്പൂരിന്റെ നേതൃത്വത്തിൽ MSSൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സുധ. അതിഥി തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിക്കുവാനായി നമുക്കേർക്കും സുപരിചിതനായ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നിറസാന്നിധ്യമായ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് സാർ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദരണീയനായിട്ടുള്ള ബഹുമാനായിട്ടുള്ള കർദിനാൾ ക്ലീമിസ് കത്തോലിക്ക ബാബ തിരുമേനി അവர்கள், വേദിയിലുള്ള ഫാദർ തോമസ് മൂലംപുറത്ത്, ശ്രീ രാജ്മോഹൻ, പ്രിയപ്പെട്ട കൗൺസിലർ, മറ്റ് വേദിയിലുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ 61ാമത് വാർഷിക സമ്മേളനം കർമ്മോത്സവം 2002 നിങ്ങളോടൊപ്പം പങ്കെടുക്കാനായതിന്റെ സന്തോഷം ഞാൻ ആദ്യം പങ്കുവയ്ക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഒരു പുതുവർഷത്തിന്റെ ആശംസകൾ ആദ്യമേ അർപ്പിക്കുകയാണ്. ഇവിടെ നിരവധിയായിട്ടുള്ള സ്കീമുകളാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. MSSന്റെ ആഭിമുഖ്യത്തിൽ നേരത്തെ നഗരസഭയുടെ ചുമതല വഹിക്കുന്ന ഘട്ടത്തിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. ഈ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കൂടി പോവുകയാണ്. എനിക്ക് തോന്നുന്നു മാലിന്യ സംസ്കരണ രംഗത്തടക്കം MSSന്റെ ഇടപെടൽ ഇപ്പോൾ വന്നു കഴിഞ്ഞു. 1-2 വാർഡുകൾ തന്നെ നേരിട്ട് ചുമതല ഏറ്റെടുത്ത് നടത്തുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യങ്ങളുമില്ല. ഈ നഗരത്തിൽ ഒരുപാട് ഇടപെടലുകൾ MSSന് നടത്താൻ വേണ്ടി കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഈ 2002 കോവിഡൊന്നും ഇല്ലാതെ, ഒമിക്രോണൊക്കെ ഇല്ലാതായി നല്ലൊരു വർഷമായി ഈ പ്രവർത്തനങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കാൻ നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് പരിശ്രമിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്ന് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നന്ദി പറയുന്നതിന് മുമ്പ് ഈ കെട്ടിടത്തിന്റെ ഇത് 2019 വർഷത്തിൽ അത്യുന്നത കർദിനാൾ പിതാവിന്റെ 60ാം ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മൾ 3 പ്രോഗ്രാമാണ് തുടങ്ങിയത്. ഒന്ന് സ്നേഹ വിരുന്നുശാല. ഏകദേശം 100ഓളം ആളുകൾ എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴികെ അവിടെ പാവപ്പെട്ടവരായും നല്ല സന്തോഷത്തോടെ വന്ന് ഭക്ഷണം കഴിക്കുന്നവരുമായ ആളുകൾ അവിടെ കടന്നു വരുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനോടനുബന്ധിച്ച് വിധവകളായ അമ്മമാര്, ഏകദേശം 130 അമ്മമാര്, നമ്മുടെ കേരളത്തിലുള്ളതായ സഹോദരി സഹോദരന്മാര് എല്ലാ മാസവും 1000 രൂപ വീതം തന്ന് ഒരു 5 വർഷത്തേക്ക് നമ്മൾ സഹായിക്കുന്ന പദ്ധതി SAW എന്ന് പറഞ്ഞ് സേവ് എ വിഡോ എന്നുള്ളതായ രീതിയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. 3ാമത്തെ പ്രോഗ്രാമായിട്ടാണ് ഈ ഷഷ്ടിപൂർത്തി ബ്ലോക്ക് നമ്മൾ അന്ന് ആരംഭിച്ചത്. ബോവസച്ചനാണ് അതിന്റെ കല്ലിടയിലിന് തുടക്കം ഇട്ടത്. അതിന്റെ പൂർത്തീകരണം അതിനിടയ്ക്ക് നമുക്ക് കൊറോണയും ഇടയ്ക്ക് കുറച്ച് പെൻഡിങ് ഒക്കെ വന്നെങ്കിലും ഇന്നത് പൂർത്തീകരിച്ചു. ഷഷ്ടിപൂർത്തി ബ്ലോക്ക് എന്ന് തന്നെയാണ് നമ്മൾ ഈ കെട്ടിടത്തിന് പേര് അതുകൊണ്ട് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ 3 പ്രോഗ്രാമിന്റെ 3ാമത്തെ പ്രോഗ്രാം ഫലവത്തായത് ഇപ്പോഴാണ്. അതിന്റെ ആർക്കിടെക്റ്റായിട്ട് നമ്മളെ സഹായിച്ച കരോളിന് ഒരു സമ്മാനം പിതാവ് ഇപ്പോൾ നൽകുന്നു. മനോഹരമായിട്ട് ഈ പണി പൂർത്തീകരിച്ചു തന്ന ശ്രീ ഷാജിക്ക് പ്രത്യേകമായിട്ടൊരു സമ്മാനം പിതാവ് ഇപ്പോൾ നൽകുന്നു. ഇന്ന് പിതാവിന്റെ നാമവിഹിതക തിരുനാളോടനുബന്ധിച്ച് രാവിലെ 8 മണിക്ക് വന്നപ്പോൾ തൊട്ട് ഒരു ഷോളും കൊണ്ട് ജോൺസൺ സാർ ഇവിടെ ഇരിക്കുകയാണ്.
അപ്പോൾ ഇപ്പോൾ ജോൺസൺ സാറ് പിതാവിനെ ഷോള് അണിയിച്ചുകൊണ്ട് പിതാവിന്റെ ഫീസ്റ്റ് വിഷ് ചെയ്യും. അതോടൊപ്പം തന്നെ സന്തോഷകരമായിട്ട് പറയുവാനുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നന്ദിയിലേക്ക് നമ്മൾ കടക്കുന്നു. സ്നേഹം നിറഞ്ഞ ബോധത്തിന്റെ സമയത്ത് മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ UN പ്രത്യേകമായിട്ട് അംഗീകാരം നൽകി നമ്മളതിനെ ആദരിക്കുകയും അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ അന്ന് ചെയ്തിരുന്നു. ഈ വർഷം 2021 വർഷത്തില് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന എല്ലാ കേരളത്തിൽ നടപ്പിലാക്കുന്ന എല്ലാ പ്രോഗ്രാമുകളുടെയും ഒരു അവലോകന മീറ്റിംഗും അതുപോലെ തന്നെ അതിന്റെ ഒരു ഏജൻസി ആയിട്ടും കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയാണ് അതിന്റെ ചെയർമാന്. ബാക്കി മന്ത്രിമാരൊക്കെ ഉൾപ്പെടുന്ന മെമ്പർമാരായിട്ട് ഉൾപ്പെടുന്ന ദിശ എന്ന ആ ഒരു പ്രവർത്തനത്തിന് കേരളത്തിൽ നിന്ന് 2 NGOയാണ് ആകെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതൊന്ന് മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ്, 2 കോട്ടയത്തുള്ളതായ ഒരു പ്രൈവറ്റ് സൊസൈറ്റിയുമാണ്. അതുകൂടെ പ്രത്യേകമായിട്ട് ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായി ഈ സമ്മേളനത്തിന് നന്ദി അറിയിക്കുന്നതിലേക്കായി രാജ്മോഹൻ സാറിനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ അഭിമന്യ ബസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ തിരുമനസ്, അക്കാറിയോസ് പിതാവെ, വികാരി തള്ളമാരായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു മനക്കരകാവലച്ച, ബഹുമാനപ്പെട്ട ആറ്റി വർക്കിവർവച്ച, ബഹുമാനപ്പെട്ട തോമസ് മുളമുറച്ച, വട്ടിയൂർക്കാവിന്റെ പുന്നമനപുത്രനായിരിക്കുന്ന ബഹുമാനപ്പെട്ട വി പ്രശാന്ത് MLA അവരുകളെ, ഇന്ന് ബഹുമാനപ്പെട്ട വന്യ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സന്യസ്തരെ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, മാർഗാനസ് പിതാവിന്റെ ഏറ്റവും വലിയ ഒരു ചിരകാല സ്വപ്നമായിരുന്നു സമഗ്ര കുടുംബ നവോത്ഥാനം എന്ന പദ്ധതി. ഈ പദ്ധതി ഈഗോസ് പിതാവ് നെഞ്ചിലേറ്റിക്കൊണ്ട് സഭാ സമൂഹത്തിനു വേണ്ടി ആശ്രയിക്കണം പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് ഈഗോസ് പിതാവ്. പിതാവിന്റെ തുടക്കം കുറിച്ച ഈ മലങ്കര സോഷ്യൽ സൊസൈറ്റി ഇന്ന് 61 വർഷം പിന്നിടുകയാണ്. ഈ വേളയിൽ ഈഗോസ് പിതാവിന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ബസേലിയോസ് കാതോലിക്ക ബാവ തിരുമനസ് തുടങ്ങിവെച്ച ഈ പുനരുദ്ധാന പദ്ധതി ഇന്ന് ഈ സമൂഹത്ത് വളരെയധികം ആശീലനം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് മലങ്കര സോഷ്യലിസ്റ്റ് സൊസൈറ്റി. മാർഗാനസ് പിതാവിന്റെ ആ ദർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പിന്നുള്ള പിതാക്കന്മാരും അതിനുവേണ്ടി വളരെയധികം ഭാഷണം പ്രശംസിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇന്ന് സ്നേഹവീടിന്റെയും കുടുംബ സ്രോതസ്സിന്റെയും പശ്ചാത്തലത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രശസ്തി ആർച്ചുകൊണ്ടിരിക്കുന്ന അഭിന്റെ പിതാവാണ് ഇന്ന് ഈ മലങ്കര സോഷ്യൽ സൊസൈറ്റിയുടെ ജീവനാരിയും ഇതിന്റെ പ്രഥമ കാരുണ്യമാണ്. ഇങ്ങനെയുള്ളവരെ ഈ വേളയിൽ എന്റെ കത്തിൽ കടക്കുകയാണ്. ഇന്ന് ഈ മീറ്റിംഗിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അഭിന്റെ പിതാവാണ്. പിതാവിനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിലും പിതാവ് കർദിനായി വന്ന ശേഷം എനിക്ക് അനുഭവം ഉണ്ടായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊരു കത്തിലേക്ക് കടക്കാം. പിതാവ് കർദിനാളായി ഇവിടെ വരികയും ആ വേളയിൽ ന്യൂസ് ചാനലിൽ ഒരു ചർച്ചയുണ്ടായി. മനോരമ ന്യൂസാണോ ഏഷ്യാനെറ്റാണോ അറിയില്ല. പിതാവിനോട് ഒരു ചോദ്യം ചോദിച്ചു. കട്ടിയേറിയ ചോദ്യമായിരുന്നു, പക്ഷേ നിസ്സാരമായ ഉത്തരമായിരുന്നു. പക്ഷേ അത് ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു ഉത്തരം കൂടിയാണ് ഞാൻ കാണുവാൻ സാധിക്കുന്നത്. പിതാവിന് ചോദിച്ച ഇതാണ്: 42ാമത്തെ വയസ്സിൽ ബിഷപ്പായും
46-ാമത്തെ വയസ്സിൽ ആർച്ച് ബിഷപ്പായും 48-ാമത്തെ വയസ്സിൽ മേജർ ആർച്ച് ബിഷപ്പായും 53-ാമത്തെ വയസ്സിൽ കർദിനാളായും ഉയർത്തപ്പെട്ട തിരുമേനി എങ്ങനെയാണ് ഈ ആഗോള കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ ഈ ചെറുപ്രായത്തിൽ എങ്ങനെ നയിക്കാൻ സാധിക്കും എന്ന് വ്യക്തി ചോദിച്ചു. പിതാവ് ചിരിച്ചുകൊണ്ട്, കാരണം ഇപ്പം പിതാവ് മാസ്ക് ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാസ്ക് ഉള്ള സമയത്ത് ചിരി കാണാൻ പറ്റത്തില്ല. എങ്കിലും ആ കണ്ണിൽ കാണുമ്പോൾ അറിയാം അതിന്റെ സന്തോഷത്തിന്റെ ആ രഹസ്യം എന്ന് പറയുന്നത്. പിതാവ് പറഞ്ഞ ഇതാണ്, പ്രായത്തിലല്ല കാര്യം, പക്വതയിലാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ പ്രസ്ഥാനത്ത് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഈ പിതാവിന്റെ നാഹത്തിനാളിൽ ഇവിടെ പങ്കാളികളായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി ഓരോരുത്തർക്കും പ്രത്യേകം പ്രാർത്ഥിക്കാം. എന്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ പിതാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുണ്യപ്രവർത്തികൾ വളരെ വലുതാണ്. സ്നേഹ ഭോജനശാല, അതോടൊപ്പം തന്നെ ഭവനമില്ലാത്തവന് ഭവനം, എന്റെ ദൈവജനത്തിന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ഒരു ദേവാലയം, അങ്ങനെ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ആക്ഷീണം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിനന്ദ പിതാവ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 30-ാം തീയതി അഞ്ചലിൽ ജില്ലയുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനായിരിക്കുന്ന ബോസച്ചന്റെ നേതൃത്വത്തിൽ അഭിനന്ദ പിതാവ് 25 അമ്മമാരെ പുനഃസൃഷ്ടിക്കുന്ന ഒരു വലിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആ അഞ്ചൽ വൈദികയില്ല, അത് ഏറ്റെടുത്തുകൊണ്ടിന്റെ പ്രവർത്തനങ്ങൾ ഈ 30-ാം തീയതി അതിന് തുടക്കം ആരംഭിച്ചു. പ്രിയമുള്ളവരെ, പിതാവ് ചെയ്യുന്ന ഈ നന്മ പ്രവർത്തികൾ എന്നും ഞങ്ങൾ കടപ്പെട്ടവരാണ്. അഭിനന്ദ പിതാവിനെ ഈ മീറ്റിംഗിൽ ഇവിടെ കൂടിയ വൈദിക ശാസ്ത്രയുടെയും MSSന്റെ പേരുള്ള 1000 നന്ദിയുടെ കൂച്ചണ്ടകൾ അർപ്പിച്ചു. അടുത്തയായിട്ട് നന്ദി അർപ്പിക്കാനുള്ളത് മക്കാറിയസ് പിതാവിനാണ്. എനിക്ക് വളരെ വലിയ പരിചയമില്ല, എങ്കിലും കാര്യങ്ങൾ അറിയാം. ആ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആതുര സേവന രംഗത്ത് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വളരെയധികം ആശീർവാദം പ്രവർത്തിക്കുന്ന ഒരു മെത്രാനാണ് ബഹുമാനപ്പെട്ട മക്കാറിയസ് പിതാവ്. പുത്തൂർ രൂപതയുടെ അധ്യക്ഷനാണ്. പിതാവ് കൃത്യസമയത്ത് എത്തുകയും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്ത പിതാവിനെ MSSന്റെ പേരുള്ള 1000 നന്ദിയുടെ കൂച്ചണ്ടകൾ അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ എട്ടൂർക്കാവിന്റെ വന്നവനപുത്രനെ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രശാന്തനെ ഞങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ പ്രശാന്തനെ ആദ്യമായിട്ട് കാണുന്നത് ഇവിടുത്തെ മേഖലയായിട്ടിരിക്കുമ്പോൾ പിതാവിന്റെ ഈ സ്നേഹ ഭക്ഷണശാലയുടെ ഉദ്ഘാടന സമയത്താണ് ഞാൻ പ്രശാന്തനെ വലിയ മേയറായിരുന്നു. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് അന്നത്തെ പത്രമാധ്യമങ്ങളും വെള്ളപ്പൊക്ക സമയത്ത് നടന്ന പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ തിരുവനന്തപുരംകാർക്കെന്നല്ല ഈ കേരളത്തിന്റെ ഒട്ടുമിക്ക ജില്ലകളിലും വളരെയധികം ആക്ഷീണം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ശ്രീ പ്രശാന്ത്. പ്രത്യേകിച്ച് മലങ്കര കത്തോലിക്ക സഭയ്ക്ക് വളരെ ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു MLA കൂടിയാണ്. ബഹുമാനപ്പെട്ട താമസമെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട പ്രശാന്തിന് മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലുള്ള നന്ദി അറിയിച്ചുകൊള്ളു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ജോൺ മത്തായി സാറ്, ബഹുമാനപ്പെട്ട ജേക്കബ് ന്യൂസ് സാറ്, ഈ എന്നും നേരത്തെ പിതാവ് പറഞ്ഞതുപോലെ ഈ ക്യാമ്പസിൽ ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോസഫ് സാർ ഉണ്ടായി, ജോസഫ് സാറിന്റെ നേതൃത്വത്തിലായിരിക്കും. ബഹുമാനപ്പെട്ട എവരെയും ഈ വേളയിൽ നന്ദിയോടെ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിലെ ഡയറക്ടറായ എന്നെ MSSൽ കൊണ്ട് ബഹുമാനപ്പെട്ട ജോസ് കഴുകേടത്താണ്. ഞാൻ അന്ന് അച്ഛൻ ഇരുന്ന സമയത്താണ് ഞാൻ MSSന്റെ പ്രവർത്തനമായിട്ട് ഇവിടെ വരുന്നത്. ബഹുമാനപ്പെട്ട ജോസ് കഴുകേടത്തച്ഛൻ, അതോടൊപ്പം തന്നെ ബാബാസമാധത്തച്ഛൻ, ബഹുമാനപ്പെട്ട വിളയിലച്ഛൻ, അതോടൊപ്പം തന്നെ വിൽസനച്ഛൻ, അച്ഛനെ ഞാനോട് ബന്ധപ്പെട്ട് പോയായിരിക്കും വിൽസനച്ഛൻ. ഇത് വേണ്ട ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വളരെയധികം ആക്ഷീണം പ്രവർത്തിച്ച വൈദിക ശ്രേഷ്ഠാണ്. ഈ വൈദികരെയും ഈ വേളയിൽ ഹൃദയമായി നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ MSSന്റെ ഇപ്പോഴത്തെ ഡയറക്ടറായിരിക്കും ബഹുമാനപ്പെട്ട മൂളം വർത്തച്ഛനാണ്. കാരണം ഞാൻ പിതാവ് നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ചീസമാ സമയം കൊണ്ട് ഈ ഒരു ബ്ലോക്ക് പണി തീർക്കുവാനും ഇതിനെ കൂതാശയ്ക്ക് പിന്നിലെ കർമ്മങ്ങൾ ക്രമീകരിക്കുവാനും എല്ലാം അച്ഛൻ ചെയ്തു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ MSSന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അച്ഛന് സാധിച്ചിട്ടുണ്ട്. അവരെ ബഹുമാനപ്പെട്ട അച്ഛനെയും എല്ലാവരെയും പേരുള്ള ഹൃദയമായി നന്ദി അറിയിക്കുകയാണ്. ഈ വാർഡിന്റെ കൗൺസിലായിരിക്കുന്ന അംശു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഈ ഇലക്ഷൻ സമയത്ത് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടതാണ്. ഇവിടെ പരിചയപ്പെട്ടില്ല എങ്കിൽ പോലും നമ്മുടെ MSSന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വളരെ നിൽക്കാൻ പിടിക്കുന്ന അംശുവിനെയും ഈ വേളയിൽ ഹാർദവമായി നന്ദി അറിയിച്ചിരിക്കുന്നു. അതോടെ ജോസഫ് സാർ ഞങ്ങൾക്ക് നന്ദി അറിയിക്കുകയാണ്. ജോസഫ് സാറിനെയും അതോടൊപ്പം തന്നെ ഇവിടെ വന്ന വൈദിക ശ്രേഷ്ഠരെയും സന്യസ്തരെയും MSSന്റെ പ്രവർത്തകരെയും എല്ലാവരെയും
ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. മീറ്റിംഗ് അവസാനിക്കുകയാണ്. പിതാവിൻ്റെ വിശുദ്ധനോടനുബന്ധിച്ച് പ്രത്യേകമായിട്ട് ക്ഷണിക്കപ്പെട്ട എല്ലാവരും ഭക്ഷണത്തിനായിട്ട് നമ്മുടെ ബിഷപ്സ് ഹൗസിലേക്ക് പോകണം. ബാക്കി എല്ലാവർക്കും ഇവിടെ നമ്മൾ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. എൻ്റെ തൊട്ട് താഴെയുള്ള ഹോളിൽ 4 കൗണ്ടറായിട്ട് തന്നെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തെക്കും തിരക്കും ഉണ്ടാകത്തില്ല. പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് പോകാവുന്നതാണ്. നമ്മുടെ സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങിയാൽ മതി. എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ടുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. മനസ്സിൽ
Thank you.